സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. തിരുവല്ല തിരുമൂലപുരത്ത് മണ്ണടിപ്പറമ്പിൽ KN ഗോവിന്ദപ്പണിക്കരുടെയും PK ഭവാനിയമ്മയുടെയും മകനായി 1941 സെപ്റ്റംബർ 28 MG സോമശേഖരൻ നായർ എന്ന MG സോമൻ ജനിച്ചത്. ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി SB കോളേജിലുമായി വിദ്യാഭ്യാസം നടത്തി. 20 വയസ്സ് പൂർത്തിയാകുന്നതിനു മുൻപായി അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി. 1968 ഓഗസ്റ്റ് 26 മാവേലിക്കര തഴക്കര പയ്യമ്പള്ളി രാമകൃഷ്ണൻ നായരുടെയും മല്ലാക്ഷിയുടെയും മകളായ സുജാതയെ വിവാഹം ചെയ്തു. സാജിയും സിന്ധുവുമാണ് മക്കൾ. എയർഫോഴ്സിൽ ജോലി നോക്കിയിരുന്ന കാലഘട്ടത്തിൽ ഓണാഘോഷങ്ങൾക്കും മറ്റും സമാജക്കാർ നടത്തിയിരുന്ന നാടകങ്ങളിലൂടെ അഭിനയിക്കാനുള്ള മോഹം അദ്ദേഹത്തിന് വളർന്നു തുടങ്ങി. 1970കളിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിരമിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം തിരുവല്ല SES ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന C. ബാബു രചനയും സംവിധാനവും നിർവഹിച്ച ശരം എന്ന അമച്വർ നാടകത്തിൽ അഭിനയിക്കുകയും ഏറ്റവും പ്രശസ്തമായ വിക്രമൻ നായർ ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു. ശ്രീ പുത്തില്ലം ഭാസിയാണ് MG സോമനെ പ്രശസ്ത നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള കൊട്ടാരക്കര ജയശ്രീ തിയേറ്റേഴ്സിൽ ആദ്യമായി ഒരു പ്രൊഫഷണൽ നാടക നടനായി അരങ്ങേറ്റം കുറിപ്പിക്കുന്നത്. കേരള തിയേറ്റേഴ്സ്, KPSC തുടങ്ങിയ സമിതികളിലും അദ്ദേഹം അഭിനയിച്ചു. കേരള ആർട്സ് തിയേറ്ററിന്റെ രാമരാജ്യം എന്ന നാടകത്തിലെ MG സോമന്റെ അഭിനയം കണ്ട ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഭാര്യ വേണിയാണ് ഗായത്രി എന്ന സിനിമയിലെ രാജാമണി എന്ന കഥാപാത്രം ചെയ്യുന്നതിനായി മലയാറ്റൂരിനോട് നിർദ്ദേശിച്ചത്. PN മേനോൻ സംവിധാനം ചെയ്ത് 1973 റിലീസായ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് സോമൻ അഭിനയിച്ചത്. 1975 സ്വപ്നാടനം, ചുവന്ന സന്ധികൾ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സഹനടനുള്ള കേരള സംസ്ഥാന അവാർഡും 1976 തണൽ, പല്ലവി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി. 1977 മാത്രം 47 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചത് സർവകാല റെക്കോർഡാണ്. ഇവിടെ ജോലി ചെയ്താൽ നിനക്ക് ആവശ്യത്തിന് പണം ഉണ്ടാക്കാം. ബാങ്ക് ജോലി ചെയ്താൽ എന്ത് കിട്ടാനാ? പക്ഷേ എന്റെ ഉദ്ദേശം ഗോപിക്ക് അറിയാം. 100 ദിവസം ഓടിയ അവൾ ഒരു തുടർക്കഥയിൽ ശ്രദ്ധേയമായ ഒരു വേഷം സോമൻ ചെയ്യുകയുണ്ടായി. മക്കൾ തിലകം MGRനോടൊപ്പം നാളെ നമതേ എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. നായകനായും പ്രതിനായകനായും ക്യാരക്ടർ ഹ്യൂമർ വേഷങ്ങളിലുമായി 400-ൽ പരം ചിത്രങ്ങളിൽ സോമൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഫയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കാവും ജൂലിയ ഡാഡി പറഞ്ഞു. ആ ജോലി എനിക്ക് ഇഷ്ടമല്ല. Your good name, sir? Krishnan. No. Akira Kurosawa. Akira Kurosawa. വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. പല്ലു നടക്കൂ. നിനക്ക് അവളെ ഇഷ്ടമാണോ? എനിക്ക് അറിഞ്ഞൂടെ? ഇഷ്ടമാണെന്നാണല്ലോ അവള് പറഞ്ഞത്. ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ചലച്ചിത്ര നടൻ എന്നതിലുപരി ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുവാൻ സഹപ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സുഹൃത്ത് സംഘത്തെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, ഔദ്യോഗിക രംഗങ്ങളിലെ പ്രശസ്തരും പ്രഗത്ഭരും സാധാരണക്കാരായ ജനങ്ങളും ഉൾപ്പെട്ടിരുന്നു. പ്രേക്ഷക മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന MG സോമന്റെ അവസാന ചിത്രമായ ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി ആളിക്കത്തിയപ്പോൾ അണയാൻ പോകുന്ന ദീപമാണെന്ന് ആരും കരുതിയിരുന്നില്ല. നേരാ തിരുമിനി, ഈപ്പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ.
കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. 1997 ഡിസംബർ 12-ാം തീയതി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സോമേട്ടൻ കാലയവനികയ്ക്ക് പിന്നിലേക്ക് നടന്നകന്നു.